ഡോക്ടർ മേരി ജോർജ് മാഡം, വറ്റിവരണ്ട ഖജനാവിൽ നിന്ന് തൂത്തുവാരിയാണ് UDF പ്രഖ്യാപിച്ച സൗജന്യങ്ങൾ കൊടുക്കേണ്ടത്. അത് മനസ്സിലാക്കി വേണം മോഹനസുന്ദര വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ എന്ന് കഴിഞ്ഞ ദിവസം മാഡം സൂചിപ്പിച്ചിരുന്നു. വലിയ പ്രഖ്യാപനങ്ങളാണ് UDFന്റേത്. ഇത് നടപ്പാക്കാൻ ഇച്ഛാശക്തി മാത്രമല്ലല്ലോ, പണം കൂടി വേണമല്ലോ. ശമ്പളം, പെൻഷൻ, പലിശ ഇവയ്ക്കായി മാത്രം കേരളത്തിന്റെ വരുമാനത്തിന്റെ 70% തുക ഇപ്പോൾ ചിലവഴിക്കുന്നുണ്ടല്ലോ. അപ്പോൾ വികസനത്തിനുള്ള പണം ഇനി എങ്ങനെ കണ്ടെത്തും? വികസനത്തിന് പണം കണ്ടെത്തണം. അതായത് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത്? ശമ്പളം, പെൻഷൻ, പലിശ. കടം മേടിച്ചതിനാണ് ഈ പലിശ കൊടുക്കുന്നത്. അപ്പോൾ ഈ ശമ്പളം, പെൻഷൻ, പലിശ 80%, 70% എന്ന് പറയുന്നത് ഇപ്പോൾ 2000-ലെ ശമ്പള പരിഷ്കരണം എടുക്കുക. 2000-ലെ ശമ്പള പരിഷ്കരണ സമയത്ത് 102%, അതായത് ശമ്പളവും പെൻഷനും കൊടുക്കാൻ വേണ്ടി, ശമ്പളം കൊടുക്കാൻ മാത്രം റവന്യൂ വരുമാനത്തിൻ്റെ 102% അന്ന് വീണ്. അത് നമ്മുടെ വൈറ്റ് പേപ്പർ, അന്ന് ആന്റണി ഗവൺമെൻറ് ഇറക്കിയ വൈറ്റ് പേപ്പർ എടുത്ത് നോക്കിയാൽ അറിയാം. അന്ന് ചിലവായത് റവന്യൂ വരുമാനത്തിൻ്റെ 102% എന്ന് വെച്ചാൽ ശമ്പള പരിഷ്കരണം കൊണ്ടുവന്നതിൻ്റെ ഗതികേടാണ് പറയുന്നത്. ശമ്പളം കൊടുക്കാൻ വേണ്ടി, പുതുക്കിയ ശമ്പളം കൊടുക്കാൻ വേണ്ടി തന്നെ കടം മേടിക്കേണ്ടി വന്നു 2%. റവന്യൂ വരുമാനം തികഞ്ഞില്ല. അപ്പോൾ പിന്നെ എന്താണ്, പെൻഷൻ്റെയും പലിശയുടെയും കാര്യം പറയാനില്ലല്ലോ. അപ്പോൾ ഈ ശമ്പള പരിഷ്കരണം എന്ന് പറയുന്നത് ഒന്ന് പുനഃപരിശോധിക്കണം. ഇപ്പോൾ ശമ്പള കമ്മീഷൻ നിലവിലിരിക്കുകയാണല്ലോ. ആ ശമ്പള കമ്മീഷനെ കൊണ്ട് തന്നെ അതൊന്ന് പുനഃപരിശോധിക്കണം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടെ പ്രഖ്യാപിച്ചിരുന്ന എല്ലാ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റീസും LDF ഗവൺമെൻറ്റിൻ്റെയും UDF ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ ശമ്പള കമ്മീഷൻസും മുൻപോട്ട് വെച്ച ഒന്ന്, മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ 10 വർഷ ശമ്പള പരിഷ്കരണം ഇവിടെയും കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു. പക്ഷേ ഇതുവരെ അത് നടപ്പാക്കിയിട്ടില്ല. എല്ലാ 5 വർഷവും എലക്ഷൻ വരുന്നത് കൊണ്ട് എല്ലാവരുടെയും വോട്ട് ഞങ്ങൾക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഓരോ ഗവൺമെൻറ്റും എലക്ഷൻ വെപ്പിക്കും. പക്ഷേ വോട്ട് കൊടുക്കുന്നതൊക്കെ നമ്മൾ സാധാരണ കൊടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പാർട്ടിക്ക് തന്നെയായിരിക്കും സാധാരണ രീതിയിൽ വോട്ട് കൊടുക്കുക. അതിനൊരു പ്രതികൂല സംഭവം ഉണ്ടായത് ഈ വർഷമാണ്. അതായത് LDF ഗവൺമെൻറ്റിനെ അത്ര കണ്ട് മനുഷ്യർ മടുത്തിരുന്നു. സംസ്ഥാനത്തെ കടക്കണിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നവർ കണ്ടു വിശ്വസിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് അവർ മാറി ചിന്തിച്ചതും മാറ്റി വോട്ട് ചെയ്തതും. പക്ഷേ സാധാരണ രീതിയിൽ അത്തരം ഒരവസ്ഥ അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നല്ല ഗവൺമെൻറ് ആണ് എങ്കിൽ അവനവൻ നിൽക്കുന്ന പാർട്ടിയിൽ തന്നെ ഓരോരുത്തരും നിൽക്കും. അത് ഗവൺമെൻറ് മനസ്സിലാക്കണം, ഓരോ പാർട്ടിയും മനസ്സിലാക്കണം. എന്നിട്ട് ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കൽ മതി എന്ന് തീരുമാനിക്കുക. അത് ഒരു തരത്തിലും തൊഴിലാളികളെ, അതായത് സർക്കാർ ജീവനക്കാരെ ബുദ്ധിമുട്ടിക്കാനല്ല, അവർക്കൊരിക്കലും ശമ്പളം കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് സംസ്ഥാന ഖജനാവ് നീങ്ങാതിരിക്കാനാണ് എന്ന് അവരെ കൊണ്ട് തന്നെ പറയിക്കുക. അത് അവർക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകുമ്പോൾ അവർക്ക് കൃത്യതയോടെ അവർ മനസ്സിലാക്കും. 10 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം നടത്തുന്നതാണ് ഞങ്ങൾക്കും ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്കും ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്കും നല്ലത് എന്ന്. 5 വർഷം ശമ്പള പരിഷ്കരണം നടത്തിയാൽ എന്താ സംഭവിക്കുക? ഞാൻ പറഞ്ഞില്ലേ, 2000-ൽ നടത്തിയ ശമ്പള പരിഷ്കരണത്തിൻ്റെ വകയായിട്ട് റവന്യൂ വരുമാനത്തിൻ്റെ 102% ശമ്പളവും അതിൻ്റെ മുൻകാല പ്രാബല്യത്തോടെയും കൂടി കൊടുത്തു തീർക്കാൻ വേണ്ടി കുടിശ്ശിക അതും കൂടി ചേർത്ത് കൊടുക്കേണ്ടി വന്നു. ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? കഴിഞ്ഞ ശമ്പള പരിഷ്കരണം, അതായത് 11ാം ശമ്പള പരിഷ്കരണത്തിൻ്റെ കുടിശ്ശികയെല്ലാം ഇപ്പോഴും കിടക്കുകയാണ്. അതിനുശേഷം നൽകിയ DAയുടെ കുടിശ്ശികയൊക്കെ ഇപ്പോഴും കൊടുക്കാതെ കിടക്കുകയാണ്. എന്നിട്ടാണ് അടുത്ത ശമ്പള പരിഷ്കരണം, 12ാം ശമ്പള പരിഷ്കരണത്തിൻ്റെ കമ്മീഷനെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഈ ചിന്താ വൈകല്യം അല്ലെങ്കിൽ ബുദ്ധി വൈകല്യം ഗവൺമെൻറ്റിൻ്റെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. കാരണം ഒരു ഗവൺമെൻറ് അറിയണം എന്തുകൊണ്ടാണ് ഈ ശമ്പള പരിഷ്കരണം വന്നു കഴിഞ്ഞാൽ പിന്നെ റവന്യൂ കമ്മി കൂടുന്നത്. ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് പറയുന്നത്, 2002-ലെ ആക്ട് പറഞ്ഞത് 5 വർഷം കൊണ്ട് റവന്യൂ ഡെഫിസിറ്റ് ഇല്ലാതെയാക്കണമെന്നാണ്. അതായത് റവന്യൂ കമ്മി ഇല്ലാതെയാക്കണം. റവന്യൂ കമ്മി ഇല്ലാതെയാക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? ശമ്പളം, പെൻഷൻ, പലിശ, ഇത് 3ഉമാണ് റിക്കറിങ് എക്സ്പെൻഡിച്ചർ, ആവർത്തന ചെലവുകൾ. ഈ ആവർത്തന ചെലവുകൾ റവന്യൂ വരുമാനം കൊണ്ട് തീർക്കണം എന്നാണ്. അതുകൊണ്ട് റവന്യൂ ഡെഫിസിറ്റ് ഉണ്ടാകരുത്, റവന്യൂ കമ്മി ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ ആവർത്തന ചെലവുകൾ റവന്യൂ വരുമാനം കൊണ്ട് തന്നെ നിർവഹിക്കാൻ പറ്റണമെന്നാണ് അതിൻ്റെ അർത്ഥം.
അപ്പോൾ ഈ ഇലക്ഷൻ അന്ന് ഞാൻ പറഞ്ഞല്ലോ 2002 ശമ്പള പരിഷ്കരണം നടത്തി കഴിഞ്ഞപ്പോൾ റവന്യൂ വരുമാനത്തിൻ്റെ 102% ചിലവായി ശമ്പളവും അതിൻ്റെ കുടിശ്ശികയും കൊടുക്കാൻ തന്നെ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? പെൻഷനും പലിശയൊക്കെ കൊടുക്കാനായിട്ട് എന്ത് ചെയ്യും? കടം മേടിക്കേണ്ടി വന്നു. സാധാരണ കടം മേടിക്കുന്നത് മൂലധന ചെലവിന് മാത്രമായിരിക്കണം. അങ്ങനെ തന്നെ കണിശമായ ഒരു നിലപാടോട് പോകുന്ന ഒരു ഗവൺമെൻറ്റിന് മാത്രമേ ഈ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ ഈ കടഭാരത്തിൽ നിന്ന് മാറ്റാൻ ഒക്കുകയുള്ളൂ. അപ്പോൾ അതിന് ഞാനൊരു ഉദാഹരണം പറയാം. വിജയ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രഭാഷണം അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറഞ്ഞ ഒരു സെൻറ്റൻസ് എന്നെ വല്ലാതെ ആകർഷിച്ചു. എങ്ങനെ മുമ്പോട്ട് പോകണം എന്ന് അറിയില്ല, അദ്ദേഹത്തിന് തമിഴ് പറയാൻ എനിക്കറിയത്തില്ല. പക്ഷേ ഒരു കാര്യം ബുദ്ധിമുട്ടാണ്. എന്താണ് ബുദ്ധിമുട്ട്? മുന്നോട്ട് പോകൽ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ട്? 10 ലക്ഷം കോടിയുടെ കടം ബാക്കി വെച്ചിട്ടാണ് ഗവൺമെൻറ് ഇറങ്ങിപ്പോയിരിക്കുന്നത്. അങ്ങനെ അതായത് നമ്മൾ പറയുന്നത് പോലെ പൂച്ച പെറ്റ് കിടക്കുന്നു ഖജനാവിൽ എന്ന് പറയുന്നത്, ഖജനാവ് മുടിച്ചിട്ട് അതിലൊന്നുമില്ലാതെ ആക്കിയിട്ടാണ് പോയിരിക്കുന്നത് എന്ന് വിജയ് പ്രസംഗിച്ചു. അപ്പോൾ ഞാൻ ബജറ്റ് എടുത്ത് നോക്കി, നമ്മുടെ ബജറ്റ് ഡോക്യുമെൻ്റ് എടുത്ത് നോക്കി. അപ്പോൾ തമിഴ്നാടിൻ്റെ GDP എത്രയാണ്, GSDP അതായത് ആഭ്യന്തര മൊത്ത വരുമാനം എത്രയാണ്? ഈ 10 ലക്ഷം കോടി കടം എന്ന് പറയുന്നത് ആ ആഭ്യന്തര മൊത്ത വരുമാനത്തിൻ്റെ എത്ര ശതമാനം വരുമെന്ന് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയപ്പോൾ അത് 28.34%. അതായത് തമിഴ്നാട് തമിഴ്നാടിൻ്റെ GSDP എത്രയാണ്? ആഭ്യന്തര മൊത്ത വരുമാനം എത്രയാണ്? 35,29,00,000 അവരുടെ ആഭ്യന്തര മൊത്ത വരുമാനം. ആ ആഭ്യന്തര മൊത്ത വരുമാനത്തിൻ്റെ 28.34% ഈ പറയപ്പെട്ട അവരുടെ പബ്ലിക് ഡെറ്റ്, അവരുടെ പൊതുകടം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നോക്കി, അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ എന്താണ്? കേരളത്തിൻ്റെ 2025-26 അവസാനത്തോടുകൂടി നമ്മുടെ പബ്ലിക് ഡെറ്റ് 6 ലക്ഷം കോടിയായി എന്ന് CAG രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ GSDP, നമ്മുടെ ആഭ്യന്തര മൊത്ത വരുമാനം എത്രയാ? 14,27,145.23 കോടി. അതായത് നമ്മുടെ 2025-26 ആഭ്യന്തര മൊത്ത വരുമാനം 14,27,145.23 കോടി. ഈ 14 ലക്ഷം കോടിയുടെ സ്ഥാനത്താണ് 35 ലക്ഷം കോടിയിലധികം തമിഴ്നാട്ടിലുള്ളത്. അപ്പോൾ അറിയാമല്ലോ, നമ്മുടെ GSDPയുടെ ഏകദേശം 2.5 ഇരട്ടിയോളം വരും തമിഴ്നാടിൻ്റെ GSDP. അപ്പോൾ അവിടെ 10 ലക്ഷം കടം എന്ന് പറഞ്ഞാൽ GSDPയുടെ എത്ര ശതമാനം? 28.34%. നമ്മുടെ ഇവിടെ 6 ലക്ഷം കോടി കടം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ GSDPയുടെ എത്ര ശതമാനമാണ്? 42.1%. മറ്റത് 28.34% കേരളത്തിൻ്റെ കടം GSDPയുടെ 42.1%. അപ്പോൾ എത്ര ഭീകരമാണ് കേരളത്തിൻ്റെ കടത്തിൻ്റെ സ്ഥിതി എന്ന് നോക്ക്. വിജയ് പറഞ്ഞു അവിടുത്തെ ഖജനാവ് മുടിച്ചിട്ടാണ് മുൻ ഗവൺമെൻറ് ഇറങ്ങിപ്പോയത്, ഇനി അതിനെ നന്നാക്കി എടുക്കണമെന്ന്. അപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ്, ഇവിടെ ഒരു മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ദൗത്യം എന്തായിരിക്കുമെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. GSDPയുടെ 42%-ലധികം കടമുണ്ട്. ആ കടത്തിൽ നിന്നുകൊണ്ട് വേണം എങ്ങനെ കരുക്കൾ നീക്കണമെന്ന് തീരുമാനമെടുക്കാൻ. അതാണ് കേരളത്തിൻ്റെ അവസ്ഥ. ഓക്കെ. മറ്റൊരു കാര്യമുള്ളത്, പല വിദഗ്ധരും പറയുന്നത് പുതിയ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനാണ് എന്നാണ്. മാഡവും പലപ്പോഴും ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതുമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രത്യേക പരിഗണന കൊടുക്കണം എന്ന് പറയുന്നത്? കാരണം ഈ മുതിർന്ന പൗരന്മാരെന്ന് പറയുമ്പോൾ അതായത് ഓൾ ഇന്ത്യ തലത്തിൽ നമുക്കറിയാമല്ലോ, ഇന്ത്യ ലോകത്തെ 1ാമത്തെ പോപ്പുലേഷനാണ്. 2025 മെയ് മുതലാണ് ഇന്ത്യ ലോകത്തെ 1ാമത്തെ പോപ്പുലേഷനായത്. ഇപ്പോൾ 2026 മെയ്യും കഴിഞ്ഞ് മെയ്യിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു വർഷത്തിന് മുൻപ് നമ്മൾ ലോകത്തെ 1ാമത്തെ പോപ്പുലേഷനായി മാറി. എത്രയാണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ? അതനുസരിച്ച് 146,39,00,000 ഇന്ത്യയുടെ പോപ്പുലേഷൻ.
ഈ ഇന്ത്യയുടെ പോപ്പുലേഷനിൽ വലിയ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഉണ്ട് എന്ന് അന്ന് തന്നെ പ്രധാനമന്ത്രി വളരെ സന്തോഷത്തോടെ ഉദ്ഘോഷിച്ചിരുന്നു. എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ശരാശരി ഇന്ത്യയുടെ ശരാശരി പ്രായം 28.5 അതേസമയം അതായത് ഓൾ ഇന്ത്യ തലത്തിൽ ഈ 146,39,00,000 60 കഴിഞ്ഞ പോപ്പുലേഷൻ്റെ ശരാശരി എടുത്താൽ 7% ഉള്ളൂ 60 കഴിഞ്ഞ പോപ്പുലേഷൻ. പക്ഷേ കേരളത്തിലേക്ക് വന്നാൽ 60 കഴിഞ്ഞ പോപ്പുലേഷൻ അന്ന് തന്നെ 18% ഇപ്പോൾ അത് 19-20% എത്തിക്കാണും. അതാണ് അവസ്ഥ. അപ്പോൾ ഈ 60+ പോപ്പുലേഷൻ ഇത്രയും കൂടുതലുള്ള ഒരു സംസ്ഥാനം, നമ്മുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഓഫർ തന്നെ അതിനുവേണ്ടി ഒരു പ്രത്യേക വകുപ്പ് സൃഷ്ടിക്കുമെന്നാണ്. അത് വളരെ ശ്ലാഘനീയമായ ഒരു പ്രഖ്യാപനമാണ്. ഒരു വകുപ്പ്, അതായത് 60+ പോപ്പുലേഷന് വേണ്ടിയിട്ട് ഒരു വകുപ്പ് ഉണ്ടാവുക. അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് വെച്ചാൽ അങ്ങനെ അവരെ, അതായത് ഈ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ്റെ പഠനങ്ങൾ കൊളംബിയ യൂണിവേഴ്സിറ്റിയും മറ്റു പല യൂണിവേഴ്സിറ്റീസും ചേർന്ന് കഴിഞ്ഞ 30 വർഷമായിട്ട് കൊളംബിയ യൂണിവേഴ്സിറ്റി ഏജിങ്ങിനെ പറ്റി പഠിക്കുന്നുണ്ട്. അപ്പോൾ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ഏജിങ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം 40കളുടെ അവസാനത്തോടെയും 50കളുടെ ആരംഭത്തോടെയും ഒക്കെ സ്ത്രീകളിൽ മെനാപ്പോസ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം വരുന്നു. അതേ കാലഘട്ടത്തിൽ തന്നെ ആ പ്രായത്തിൽ പുരുഷന്മാരിലും വലിയ മാറ്റം വരുന്നുണ്ട്. അതുപോലെ 60s 70s ഒക്കെ മാറ്റം വരുന്നുണ്ട്. പക്ഷേ ആ മാറ്റത്തിൻ്റെ റേറ്റ് താഴ്ത്തിക്കൊണ്ട് പ്രായത്തെ പിടിച്ചു നിർത്താൻ പറ്റും മനുഷ്യർക്ക്. ആ നല്ല പ്ലാനിങ്ങോടുകൂടി മുമ്പോട്ട് പോയാൽ, ഭക്ഷണത്തിൽ പ്ലാനിങ് വേണം, ആക്ടിവിറ്റീസിൽ പ്ലാനിങ് വേണം. അങ്ങനെ പ്ലാനിങ്ങോടുകൂടി മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനിടയ്ക്ക് മെഡിക്കൽ സൗകര്യങ്ങളും വർദ്ധിക്കണം. അതായത് മൂവിങ് ക്ലിനിക്ക് വേണം. പിന്നെ ഈ പ്രായത്തിലൊക്കെ എന്താണ് ഷുഗറും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ അതൊക്കെ പരിശോധിക്കാനൊക്കെ എല്ലാത്തരം ജനങ്ങൾക്കും, പണക്കാർക്കാണെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ വരെ പോകാൻ പറ്റും. പക്ഷേ സാധാരണക്കാർക്ക് അത് പറ്റില്ല. അപ്പോൾ സാധാരണക്കാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും കൊടുക്കണം. അവരുടെ പ്രായം എങ്ങനെ കുറച്ച് കൊണ്ടുവരാം, അതായത് 50 വയസ്സാകുന്നവനെ 45ലേക്ക്, അല്ലെങ്കിൽ 50 വയസ്സാകുന്നവളെ 45ലേക്ക്, 60-ൽ 55ലേക്ക്, അങ്ങനെ പ്രായം കുറച്ച് കൊണ്ടുവരിക എന്ന് വെച്ചാൽ സിൽവർ ഡിവിഡൻഡ് എന്ന് പറയും. 60+ പോപ്പുലേഷന് സിൽവർ ഡിവിഡൻഡ്, മറ്റേ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്നാണ് പറയുക. നമ്മുടെ ശരാശരി ഏജ് 28-30 ഈ തരത്തിലൊക്കെ ആയിരുന്നാൽ ആ രാജ്യത്തിന് ഒരുപാട് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് കിട്ടും എന്നാണ് പറയുക. ഇവിടെ സിൽവർ ഡിവിഡൻഡ്, പ്രായമായവരുടെ ആ പ്രായത്തെ പിടിച്ചു നിർത്തി അവരെ ആരോഗ്യകരമായിട്ട് ജീവിക്കാനും പ്രൊഡക്റ്റീവായിട്ട് ജീവിക്കാനും പറ്റുക. അവർക്ക് സമൂഹത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള, സംഭാവന ചെയ്യാനുള്ള കാലം കഴിഞ്ഞിട്ടില്ല, ഇനിയുമുണ്ട്. അവരുടെ അറിവ്, അവരുടെ എല്ലാത്തരം വൈഭവങ്ങൾ വീണ്ടും ടാപ്പ് ചെയ്ത് അത് GSDPയെ വളർത്താൻ സഹായിക്കാം എന്ന രീതിയിൽ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി ഒരു വകുപ്പ് അനിവാര്യമാണ്. അങ്ങനെ ഒരു വകുപ്പ് കൊണ്ടുവരുന്നു എന്നുള്ളത് സത്യത്തിൽ ഈ പ്രാവശ്യം വരുന്ന UDF ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും മഹത്തായ പ്രഖ്യാപനങ്ങളിൽ ഒന്നായിരിക്കും. കാരണം അതിൻ്റെ ഡിവിഡൻഡ് ഗവൺമെൻറ്റും ഇവിടുത്തെ ജനങ്ങളും അനുഭവിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ്. ആ ഒരു നല്ല വകുപ്പും നല്ല വകുപ്പ് അധ്യക്ഷനും നല്ല രീതിയിലുള്ള കാര്യക്ഷമമായ പ്രവർത്തനവും വരികയാണെങ്കിൽ ആ കൊളംബിയ യൂണിവേഴ്സിറ്റിയുടെ പഠനമൊക്കെ എടുത്ത് നോക്കണം. എന്തു മനോഹരമായ കാര്യങ്ങളാണ് അതിലൊക്കെ പറയുന്നത് എന്നറിയാമോ? അപ്പം അങ്ങനെ വേണ്ട, അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. കൂടുതൽ പോകാൻ എനിക്കറിയാം, പക്ഷെ പറയുന്നില്ല ഇപ്പോൾ, സമയമില്ലാത്തതുകൊണ്ട്. അപ്പം അങ്ങനെ അത് വളരെ നല്ല ഒരു നിർദ്ദേശമാണ്. അതിന് നല്ല ഊന്നൽ കൊടുക്കണം. അതിൻ്റെ ഗുണഭോക്താക്കൾ ഇവിടുത്തെ 60+ പോപ്പുലേഷനാണ്. അപ്പോൾ നമുക്കറിയാം ഗൾഫ് പ്രവാസ ജീവിതമൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നവർ, അവർക്ക് സമാധാനപരമായും സന്തോഷമായിട്ടും ജീവിക്കാനുള്ള ഒരു അവസരം സൃഷ്ടിക്കാൻ ഈ പറയപ്പെട്ട വയോജന വകുപ്പിന് തീർച്ചയായിട്ടും കഴിയും. കാരണം അവർ പ്രവാസത്തിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഈ രാജ്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിച്ച് അവരുടെ ഫണ്ട് കൊണ്ടുവന്നത്. ആ ഫണ്ട്
തന്നെ അതുകൊണ്ടാണ് ഇവിടെ ഈ അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ വന്ന് കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ ഇത്രയേറെ കാര്യങ്ങളൊക്കെ ചെയ്ത് ആ അന്യ സംസ്ഥാനങ്ങളിലേക്കും ആ ഫണ്ട് പോകുന്നു. ഇന്ത്യയുടെ മൊത്തം വികസനത്തിന് സഹായകമാകുന്നു കേരളത്തിലെ പ്രവാസികൾ കൊണ്ടുവരുന്ന ഫണ്ട് എന്ന കാര്യം കൂടി നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. അപ്പോൾ അതിനനുസരിച്ച് ഈ പറയപ്പെട്ട 60+ പോപ്പുലേഷൻ അവർ കേരളത്തിൽ മാത്രം ഇരുന്നവരാണെങ്കിലും പ്രവാസത്തിൽ പോയി മടങ്ങിയ ആരാണെങ്കിലും അവർക്ക് കിട്ടേണ്ട ശ്രദ്ധയും അംഗീകാരവും കിട്ടിയിരിക്കണം. അവർ ആരോഗ്യമായിട്ട് ബാക്കി കാലം, അതായത് 90+ ഒക്കെ ജീവിച്ച് സുഖമായിട്ട് ജീവിതത്തോട് വിട പറയാനുള്ള അവസരം അവർക്ക് സൃഷ്ടിച്ചു കൊടുക്കുക.